أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ബദരി സഹാബാക്കളെ സംബന്ധിച്ച അനുസ്മരണത്തിൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തെ കുറിച്ച് പരാമർശിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങളെപ്പറ്റി വിവരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലഘട്ടത്തിൽ സിറിയയിലേക്ക് നടന്ന സൈനിക മുന്നേറ്റത്തെപ്പറ്റി ഇന്ന് വിവരിക്കുന്നതായിരിക്കും. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലാപകാരികളായ മുർത്തദ്ദീങ്ങളെ പരാജിതരാക്കി. അങ്ങനെ അറബികൾ സുസംഘടിതരായപ്പോൾ അദ്ദേഹം പുറത്തു നിന്നുള്ള ശത്രുക്കളിൽപ്പെട്ട റോമക്കാരുമായി യുദ്ധം ചെയ്യാൻ ആലോചിച്ചു. ഇവർ വളരെ അതിക്രമകാരികളായിരുന്നു, മുസ്ലിങ്ങളെ ദ്രോഹിച്ചു വരികയായിരുന്നു. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ ഈ ഉദ്ദേശത്തെപ്പറ്റി ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് സിറിയ എന്ന് പറയുന്ന ഈ ഭരണകൂടമാണ് റോമൻ സാമ്രാജ്യമെന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്നത്. അവിടെയുള്ള രാജാവ് റോമൻ കൈസർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് ഹദരത്ത് ഷറാബീൽ ബിൻ ഹസന അദ്ദേഹത്തിൻ്റെ സവിധത്തിൽ ഹാജരായി. എന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, അല്ലയോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫ, അങ്ങ് സിറിയയിലേക്ക് സൈനിക മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുകയുണ്ടോ? അപ്പോൾ ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷേ അതേക്കുറിച്ച് ആരെയും അറിയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഹദരത്ത് ഷറാബീൽ പറഞ്ഞു, അല്ലയോ ഖലീഫത്തുർ റസൂൽ, ഞാൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. അങ്ങ് ചില സുഹൃത്തുക്കളോടൊപ്പം വളരെ ദുർഘടമായ പർവ്വത മാർഗത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പിന്നെ അങ്ങ് ഒരു ഉയർന്ന കുന്നിൻ പുറത്ത് കയറി. എന്നിട്ട് ജനങ്ങളെയൊക്കെ നോക്കി. അങ്ങയോടൊപ്പം അങ്ങയുടെ സുഹൃത്തുക്കളുമുണ്ട്. തുടർന്ന് അങ്ങ് ആ കുന്നിൻ പുറത്ത് നിന്നും ഇറങ്ങുകയും മാർദ്ദവമുള്ള ഫലഭൂയിഷ്ടമായ ഭൂമിയിലേക്ക് എത്തുകയും ചെയ്തു. അതിൽ വിളകളും അരുവികളും വാസപ്രദേശങ്ങളും കോട്ടകളും ഉണ്ടായിരുന്നു. അങ്ങ് മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മുശ്രിക്കീങ്ങളുമായി യുദ്ധം ചെയ്യുക. വിജയത്തെക്കുറിച്ചും സമരാർജിത സ്വത്തുക്കളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. അങ്ങനെ മുസ്ലിങ്ങൾ യുദ്ധം ചെയ്തു. ഞാനും പതാകയും ഏന്തി സൈന്യത്തിൽ പങ്കാളിയായി. ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് പോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എന്നോട് അഭയം ചോദിച്ചു. ഞാൻ അവർക്ക് അഭയം നൽകി. പിന്നെ ഞാൻ അങ്ങയുടെ അടുത്ത് തിരിച്ചെത്തിയപ്പോൾ അങ്ങ് ഒരു വലിയ കോട്ടയുടെ അടുത്ത് എത്തി നിൽക്കുകയായിരുന്നു. അങ്ങേക്ക് അവിടെ യുദ്ധവിജയം ലഭിച്ചു. ശത്രുക്കൾ അങ്ങയോട് സമാധാന ഉടമ്പടിക്ക് വേണ്ടി അപേക്ഷിച്ചു. പിന്നെ അങ്ങേക്ക് വേണ്ടി ഒരു സിംഹാസനം കൊണ്ടുവന്നു. അങ്ങ് അതിൽ ഉപവിഷ്ടനായി. പിന്നെ അവരിൽ ഒരാൾ അങ്ങയോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു, അള്ളാഹു അങ്ങേക്ക് വിജയം പ്രദാനം ചെയ്തിരിക്കുന്നു, അങ്ങയെ സഹായിച്ചിരിക്കുന്നു. ആയതിനാൽ അങ്ങ് അവനോട് നന്ദി കാണിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുക. തുടർന്ന് ആ വ്യക്തി വിശുദ്ധ ഖുർആനിലെ ഈ പറയുന്ന വചനങ്ങൾ പാരായണം ചെയ്തു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. അതായത് അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തുമ്പോൾ നീ ജനങ്ങൾ കൂട്ടം കൂട്ടമായി അള്ളാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുന്നതായി കാണുന്നതാണ്. ആയതിനാൽ തൻ്റെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ വാഴ്ത്തുകയും അവനോട് പാപപ്രതി തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ വളരെയധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.
നിവേദകൻ പറയുന്നു, അതിനുശേഷം എൻ്റെ കണ്ണുകൾ തുറന്നു. ഇത് വലിയ ഒരു സുദീർഘമായ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സ്വപ്നം ദർശിച്ച നിന്റെ കണ്ണുകൾക്ക് കുളിർമ ഉണ്ടാകട്ടെ. നീ വളരെ നല്ല സ്വപ്നമാണ് കണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നല്ലത് തന്നെ സംഭവിക്കുന്നതുമാണ്. തുടർന്ന് ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിജയത്തെക്കുറിച്ചും ഉള്ള സുവാർത്തയും അതോടൊപ്പം എൻ്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തയും ഇവിടെ അറിയിച്ചിരിക്കുന്നു. ഇത് പറഞ്ഞതിനു ശേഷം ഹസ്രത്ത് അബൂബക്കറിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ചരൽ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കുന്നിൻ പ്രദേശത്ത് എത്തുകയും അവിടെ നിന്ന് താഴെ ജനങ്ങളെ നോക്കുകയും ചെയ്യുന്നതിൻ്റെ സാരം ഇതാണ്: നമുക്ക് സൈന്യത്തിന്റെ കാര്യത്തിൽ പ്രയാസങ്ങൾ നേരിടേണ്ടതായി വരും. ഈ സൈന്യങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം നമുക്ക് വിജയവും അതുപോലെ തന്നെ പ്രബലതയും ലഭിക്കുന്നതാണ്. പർവ്വത ശിഖരത്തിൽ നിന്നും ഇറങ്ങി വളക്കൂറുള്ള മണ്ണിലേക്ക് പോയതിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാകുന്നു: അതിൽ വിളഞ്ഞു നിൽക്കുന്ന കതിരുകളും അരുവികളും വാസസ്ഥലങ്ങളും കോട്ടകളും ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആദ്യത്തെക്കാളും എളുപ്പത്തിൽ വിജയം ലഭിക്കുന്നതായിരിക്കും. അതിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും. നമുക്ക് ആദ്യത്തേതിലും അധികം ഫലഭൂയിഷ്ടമായ മണ്ണ് ലഭിക്കുന്നതാണ്. ഞാൻ മുസ്ലിങ്ങൾക്ക്, നിങ്ങൾ ശത്രുക്കളോട് യുദ്ധം ചെയ്യുക, നിങ്ങൾക്ക് വിജയവും അതുപോലെ തന്നെ ഗനീമത്ത് മുതലും സമരാർജിത സ്വത്തുകളും ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്തെന്നാൽ, ഞാൻ മുസ്ലിങ്ങളെ മുശ്രിക്കീങ്ങളുടെ രാജ്യങ്ങളിലേക്ക് അയക്കും എന്നും അവരെ ജിഹാദിന് വേണ്ടി ഉപദേശിക്കുമെന്നുമാണ്. നീ കൊടിയുമായി അതിൽ ഒരു ഗ്രാമപ്രദേശത്ത് പോവുകയും അതിൽ പ്രവേശിക്കുകയും അവിടെയുള്ള ജനങ്ങൾ നിന്നോട് അഭയം ചോദിക്കുകയും നീ അവർക്ക് അഭയം നൽകുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിന്റെ വിവക്ഷ ഇപ്രകാരമാകുന്നു: നീ ആ പ്രദേശത്തിന്റെ വിജയശില്പികളിൽ ഒരാളായിരിക്കും. അള്ളാഹു നിന്റെ കൈകളാൽ വിജയം നൽകുന്നതാണ്. അള്ളാഹു നമുക്ക് വേണ്ടി വിജയിച്ചടക്കിയ കോട്ട കൊണ്ടുള്ള വിവക്ഷിതം അള്ളാഹു ആ പ്രദേശത്ത് എനിക്ക് വേണ്ടി വിജയിപ്പിക്കും എന്നതാണ്. ഞാനൊരു സിംഹാസനത്തിൽ ഇരുന്നതായി നീ കണ്ടതിന്റെ വ്യാഖ്യാനം അള്ളാഹു എനിക്ക് അന്തസ്സും ഉയർച്ചയും നൽകും എന്നും മുശ്രിക്കുകളെ നിന്ദ്യരാക്കുമെന്നാണ്. എന്നോട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ അനുസരിക്കാനും പറയുകയും എൻ്റെ മുന്നിൽ സൂറത്തു നസർ ഓതി കേൾപ്പിക്കുകയും ചെയ്ത വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എൻ്റെ മരണത്തെക്കുറിച്ചാണ് അറിയിപ്പ് നൽകിയത്. ഇത് സൂറത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പാകെ അവതരിച്ചപ്പോൾ ഈ സൂറത്തിൽ തിരുനബിയുടെ മരണത്തെക്കുറിച്ച് അറിയിപ്പ് നൽകുകയാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മനസ്സിലാക്കുകയുണ്ടായി. ഈ സ്വപ്നത്തിന് ഹസ്രത്ത് അബൂബക്കർ ഇങ്ങനെയായിരുന്നു വ്യാഖ്യാനം നൽകിയത്: ഹസ്രത്ത് അബൂബക്കർ സിറിയയെ ജയിച്ചടക്കാൻ ഒരു സൈന്യത്തെ തയ്യാറാക്കാൻ വേണ്ടി ഉദ്യമിച്ചപ്പോൾ അദ്ദേഹം കൂടിയാലോചന നടത്താനായി ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി, ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹസ്രത്ത് അൽഹ, ഹസ്രത്ത് സുബൈർ, ഹസ്രത്ത് സാദ് ബിൻ അബി വക്കാസ്, ഹസ്രത്ത് ഉബൈദ ബിൻ ജറാഹ്, അതുപോലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ മുഹാജിരിങ്ങളെയും അൻസാരിങ്ങളെയും അതുപോലെ മുതിർന്ന സഹാബാക്കളെയും മറ്റു ചില സഹാബാക്കളെയും വിളിച്ചു വരുത്തുകയുണ്ടായി. അങ്ങനെ ഈ സഹാബാക്കൾ അവിടെ ഹാജരായപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് മേലുണ്ട്. കർമ്മങ്ങൾ കൊണ്ട് അതിന് പകരം വയ്ക്കാൻ സാധ്യമല്ല. അവൻ നിങ്ങളോട് ഒരുപാട് ഔദാര്യം ചെയ്യുകയും നിങ്ങളെ ഒരു വചനത്തിൽ ഒരുമിച്ച് കൂട്ടുകയും നിങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങളെ ഇസ്ലാമിലേക്ക് വഴി നടത്തുകയും ശൈത്താനിൽ നിന്നും നിങ്ങളെ അകറ്റുകയും ചെയ്തതിൽ അവനെ ഒരുപാട് നിങ്ങൾ സ്തുതിക്കുക. ശൈത്താൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷിർക്കിൽ അകപ്പെടുത്താമെന്നും അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും ആരാധ്യനാക്കുമെന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും പ്രതീക്ഷ വെടിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അറബികൾ ഒരു സമൂഹമാണ്. അവർ ഒരേ മാതാപിതാക്കളുടെ മക്കളാകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അവരെ റോമക്കാർക്കെതിരിൽ യുദ്ധത്തിന് നയിക്കുകയാണ്. അതിൽ കൊല്ലപ്പെടുന്നവർ ഷഹീദാകും. അള്ളാഹു സൽക്കർമ്മകാരികൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ ജീവനോട് ശേഷിക്കുന്നവർ ഇസ്ലാം ദീനിനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നതാണ്. അള്ളാഹുവിൽ നിന്നും ജിഹാദ് ചെയ്യുന്നവർക്കുള്ള പ്രതിഫലത്തിന് അവരും അർഹരായിത്തീരുന്നതാണ്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളിൽ നിന്നും ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായം വെച്ചുകൊള്ളുക. ഹസ്രത്ത് അബൂബക്കർ അവരോട് അവരുടെ അഭിപ്രായം ആരായുകയുണ്ടായി. അത് കേട്ട് ഹസ്രത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, തൻ്റെ സൃഷ്ടികളിൽ താൻ ഇച്ഛിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അള്ളാഹു ആണ്, ഞങ്ങൾ ഏതു കാര്യത്തിലും അങ്ങയെ കവച്ചു വെക്കാൻ ആഗ്രഹിച്ചപ്പോഴൊക്കെ അങ്ങ് ഞങ്ങളെക്കാളും മുൻപന്തിയിലായിരുന്നു. താൻ ഇച്ഛിക്കുന്നവരെ അനുഗ്രഹിച്ചരുളുക എന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യവും ഔദാര്യവുമാകുന്നു.
അള്ളാഹു ആണ്. താങ്കൾ വിവരിച്ച ഇതേ കാര്യത്തിന് വേണ്ടി താങ്കളുമായി കൂടിക്കാഴ്ച നടത്തണമെന്ന് ഞാൻ മുമ്പേ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ദൈവേച്ഛ പ്രകാരം എനിക്ക് അതിന് മുമ്പേ കഴിഞ്ഞില്ല. താങ്കൾ അതേക്കുറിച്ച് ഇവിടെ ഉണർത്തുകയുണ്ടായി. തീർച്ചയായും അങ്ങയുടെ വീക്ഷണം ശരിയായതാണ്. അള്ളാഹു അങ്ങയ്ക്ക് ശരിയായ മാർഗത്തെക്കുറിച്ച് അറിവ് നൽകിയിരിക്കുന്നു. പിന്നീട് ഹസ്രത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഹസ്രത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഹസ്രത്ത് തൽഹ, ഹസ്രത്ത് സുബൈർ, ഹസ്രത്ത് സഅദ്, ഹസ്രത്ത് അബു ഉബൈദ, ഹസ്രത്ത് സെയ്ദ്, ഹസ്രത്ത് അലി, അതുപോലെ മറ്റ് മജ്ലിസിൽ ഹാജരായിരുന്ന മുഴുവൻ മുഹാജിരിങ്ങളും അൻസാരിങ്ങളും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ പിന്തുണച്ചു സംസാരിക്കുകയുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾ താങ്കളുടെ അഭിപ്രായം കേൾക്കുന്നതാണ്, അത് അനുസരിക്കുന്നതുമാണ്. ഞങ്ങൾ താങ്കളുടെ ആജ്ഞാലംഘനം ഒരിക്കലും നടത്തുന്നതല്ല. താങ്കളുടെ ആഹ്വാനത്തിന് ഞങ്ങൾ ലബ്ബൈക്ക് പറയുന്നതാണ്. പിന്നീട് ഹസ്രത്ത് അബൂബക്കർ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി എഴുന്നേറ്റ് നിന്നു. രണ്ടാമതും അവിടുന്ന് അള്ളാഹു താലയുടെ സ്തുതിയും കീർത്തനവും അർഹമായ നിലയിൽ വിവരിച്ചു. ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കു മേൽ സലാത്തും സലാമും ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, നിസ്സംശയം അള്ളാഹു താല നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ അനുഗ്രഹം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വലിയ കാര്യം ചെയ്തിരിക്കുന്നു. നിങ്ങളെ ജിഹാദിലൂടെ വളരെ ആദരണീയരാക്കിയിരിക്കുന്നു. നിങ്ങളെ ദീന ഇസ്ലാം മുഖേന മറ്റു ധർമ്മങ്ങളിൽ മേൽ അനുഗ്രഹീതരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാസരുടെ രാജ്യമായ സിറിയയിൽ റോമികളോട് യുദ്ധത്തിനായി തയ്യാറാവുക. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അമീർമാരെ നിർണയിക്കുകയാണ്, അവരെ നിങ്ങളുടെ കമാൻഡർമാരാക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ അനുസരിക്കുക, തങ്ങളുടെ അമീർമാരെ എതിർക്കാതിരിക്കുക. തങ്ങളുടെ നിയ്യത്ത്, ഉദ്ദേശം ദൈവതൃപ്തിക്ക് വേണ്ടി മാത്രം വയ്ക്കുക. ജീവിത രീതിയും വ്യവഹാരവും നല്ലതിൽ നല്ലതാക്കുക. ആഹാരപാനീയങ്ങൾ ശരിയാക്കി വെക്കുക. അള്ളാഹു താല സാത്വികരോടും കരുണ ചെയ്യുന്നവരോടും ഒപ്പമാണ്. ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്ത് ബിലാലിനോട് ആജ്ഞ നൽകിയപ്പോൾ, അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ജനങ്ങളിൽ വിളംബരം നടത്തി. അല്ലയോ ജനങ്ങളെ, തങ്ങളുടെ റോമൻ ശത്രുക്കളോട് പോരാടുവാനായി സിറിയയിലേക്ക് പുറപ്പെടുക. മുസ്ലിങ്ങളുടെ അമീർ ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദ് ആയിരിക്കും. സിറിയ ദേശത്തെ വിജയങ്ങളുടെ പരമ്പരയിൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും ആദ്യം ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദിനെ അയച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ഹസ്രത്ത് അബൂബക്കർ ഹജ്ജ് ചെയ്ത് തിരിച്ച് മദീനയിൽ ആഗതനായി 13 ഹിജ്രിയിൽ അവിടുന്ന് ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദിനെ ഒരു സൈന്യത്തോടൊപ്പം സിറിയയിലേക്ക് യാത്രയാക്കി. എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ ഹസ്രത്ത് അബൂബക്കർ ഖാലിദ് ബിൻ വലീദിനെ ഇറാഖിലേക്ക് യാത്രയാക്കിയപ്പോഴാണ് ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദിനെ സിറിയയിലേക്ക് യാത്ര അയച്ചത് എന്നാണ്. ആയതുകൊണ്ട് ഏറ്റവും ആദ്യം സിറിയയുടെ വിജയത്തിനായി പതാക പറത്തിയ വ്യക്തി ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദ് ആയിരുന്നു. ഇത് കൂടാതെ ഒരു നിവേദനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഹസ്രത്ത് അബൂബക്കർ മർദ്ദപരിത്യാഗികൾക്കെതിരെ 11 സൈന്യങ്ങൾ തയ്യാറാക്കി അയച്ചപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദിനെ സിറിയയുടെ അതിർത്തികളുടെ സംരക്ഷണത്തിനായി തേമ പോകാനുള്ള ആജ്ഞ നൽകിയത്. തന്റെ സ്ഥാനത്ത് നിന്നും നീങ്ങിപ്പോകരുത് എന്നും നിർദ്ദേശിച്ചിരുന്നു. ചുറ്റുമുള്ള ആളുകളോട് തങ്ങളിലേക്ക് ചേരുവാൻ അവർക്ക് ക്ഷണം നൽകുക എന്നും പറഞ്ഞിരുന്നു. അതുപോലെ മുർത്തദ് ആകാത്തവരെ മാത്രം സൈന്യത്തിൽ ചേർക്കുക. അതുപോലെ നിങ്ങളോട് യുദ്ധത്തിനായി മുന്നോട്ട് വരുന്നവരോട് മാത്രം യുദ്ധം ചെയ്യുക എന്നും പറഞ്ഞിരുന്നു. അതുപോലെ ഇനിയൊരു ആദേശം എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതുവരെ അങ്ങനെ തുടരണമെന്നും പറയുകയുണ്ടായി. തേമയും സിറിയയുടെയും മദീനയുടെയും മധ്യത്തിൽ വരുന്ന ഒരു പ്രസിദ്ധ പട്ടണമാണ്. ഹസ്രത്ത് അബൂബക്കർ റോമക്കാർക്കെതിരിൽ യുദ്ധത്തിനായി മദീനവാസികളെ കൂടാതെ മറ്റ് പ്രദേശങ്ങളിലെ മുസ്ലിങ്ങളെയും തയ്യാറാക്കാൻ തുടങ്ങി. അവരെ ജിഹാദിൽ പങ്കുചേരാനായി ഉത്ബോധിപ്പിച്ചു. അക്കാര്യത്തിനായി അദ്ദേഹം യമൻ വാസികൾക്ക് ഒരു കത്ത് അയച്ചു. അതിപ്രകാരമായിരുന്നു: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയിൽ നിന്നും യമൻ വാസികളിലെ സത്യവിശ്വാസികളിലെയും മുസ്ലിങ്ങളിലെയും എല്ലാ വ്യക്തികൾക്കുമായി ഇത് എഴുതുന്നു. ഇത് വായിക്കപ്പെടുന്നവരിൽ ദൈവസമാധാനം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അള്ളാഹു താല മുസ്ലിങ്ങളിൽ ജിഹാദ് നിർബന്ധ കടമയാക്കിയിരിക്കുന്നു. അവരോട് കൽപ്പിച്ചിരിക്കുന്നത് അവർ അതിനായി അല്പം അല്ലെങ്കിൽ പൂർണ്ണമായും സസജ്ജരായി പുറപ്പെടട്ടെ എന്നാണ്. അള്ളാഹു പറയുന്നു: വജാഹിദു ബി അംവാലിക്കും വ അംഫുസിക്കും ഫീ സബീലില്ലാ. അതായത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തൻ്റെ സമ്പത്തും തങ്ങളുടെ പ്രാണനും കൊണ്ട് പോരാടുക. അതുകൊണ്ട് ജിഹാദ് നിർബന്ധ കടമയാണ്. അള്ളാഹുവിൻ്റെ പക്കൽ അതിന് മഹത്തായ പ്രതിഫലമുണ്ട്. അങ്ങനെ നാം മുസ്ലിങ്ങൾക്ക് സിറിയയിൽ
റോമക്കാരുമായി ജിഹാദ് ചെയ്യാനായി കൽപ്പന നൽകിയിരിക്കുകയാണ്. അവരുടെ ഉദ്ദേശം നല്ലതും അവരുടെ സ്ഥാനം ഉന്നതവുമാണ്. അതുകൊണ്ട് അല്ലയോ ദേവദാസരെ, തൻ്റെ നാഥൻ്റെ കടമ, അവൻ്റെ നബിയുടെ സുന്നത്ത്, ഒന്നുകിൽ ഷഹാദത്ത് അല്ലെങ്കിൽ വിജയവും യുദ്ധമുതലും എന്നീ രണ്ടിൽ ഒരു നന്മയിലേക്ക് നിങ്ങൾ ധൃതിപ്പെടുക. അള്ളാഹു തൻ്റെ ദാസന്റെ പ്രവൃത്തികളില്ലാത്ത വാക്കുകളാൽ തൃപ്തനാകുന്നില്ല. അതുപോലെ അവൻ്റെ ശത്രുക്കളോട് പോരാടുന്നത് ഉപേക്ഷിക്കുന്നതോടും അവൻ തൃപ്തി കൊള്ളുന്നതല്ല. ഏതുവരെ എന്നാൽ അവർ സത്യം സ്വീകരിച്ച് വിശുദ്ധ ഖുർആന്റെ ആജ്ഞകൾ അംഗീകരിക്കുന്നില്ല. അള്ളാഹു നിങ്ങളുടെ ദീനിനെ സംരക്ഷിക്കുമാറാകട്ടെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നേർമാർഗം നൽകുമാറാകട്ടെ, നിങ്ങളുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കട്ടെ, നിങ്ങൾക്ക് ക്ഷമയുള്ള മുജാഹിദീങ്ങൾക്കുള്ളതുപോലുള്ള പ്രതിഫലം ലഭിക്കുമാറാകട്ടെ. ഹജരത് അബൂബക്കർ ഈ കത്ത് ഹജരത് അനസ് ബിൻ മാലിക്കിന്റെ കൈവശമാണ് അയച്ചത്. ഹജരത് അനസ് പറയുന്നു, ഞാൻ യമൻ എത്തി പിന്നീട് ഓരോരോ വീതിയിലും ഓരോരോ ഗോത്രങ്ങളിലും യാത്ര ചെയ്തു. ഞാൻ അവർക്ക് മുന്നിൽ ഹജരത് അബൂബക്കറിന്റെ കത്ത് വായിച്ചു കേൾപ്പിച്ചു. കത്ത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുമായിരുന്നു, എല്ലാ സ്തുതിയും അള്ളാഹുവിനാകുന്നു. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂൽ ആണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയുടെയും മുസ്ലിങ്ങളുടെയും സന്ദേശവാഹകനാണ്. ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ മുസ്ലിങ്ങളെ അവർക്ക് ഒരു സൈന്യത്തിന്റെ രൂപത്തിൽ ഐക്യം ലഭിച്ച അവസ്ഥയിലാണ് വിട്ടുവന്നിരിക്കുന്നത്. അവരെ അവരുടെ ശത്രുക്കളിലേക്കുള്ള യാത്ര തടഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മദീന വരുന്നതിനുള്ള കാത്തിരിപ്പ് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തങ്ങളുടെ സഹോദരന്മാരിലേക്ക് എത്താനായി പുറപ്പെടുക. അല്ലയോ മുസ്ലിങ്ങളെ, അള്ളാഹു നിങ്ങളിൽ കരുണ ചൊരിയുമാറാകട്ടെ. ഹസരത്ത് അനസ് തിരിച്ച് മദീനയിലെത്തി. ഹസരത്ത് അബൂബക്കറിന് ജനങ്ങളുടെ വരവിനെ കുറിച്ച് സന്തോഷ വാർത്ത കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യമനിലെ ധൈര്യശാലികളും വീരന്മാരും ബലവാന്മാരും പാറിപ്പറക്കുന്ന മുടിയും പൊടിപടലങ്ങൾ നിറഞ്ഞ വസ്ത്രവുമായി താങ്കളുടെ അടുത്ത് ഉടൻ എത്തിച്ചേരുന്നതായിരിക്കും. അവർ തങ്ങളുടെ സ്വത്തും സാമഗ്രികളും ഭാര്യ മക്കളും എല്ലാം കൂടെ കൊണ്ടുവരുന്നുണ്ട്. മറുവശത്ത് ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദ് തേമയിലെത്തി അവിടെ നിലയുറപ്പിച്ചു. അങ്ങനെ ചുറ്റുപാടുമുള്ള ധാരാളം സ്ഥലങ്ങൾ അവരിൽ സംഘങ്ങൾ വന്നു ചേർന്നു. റൂമികൾക്ക് മുസ്ലിങ്ങളുടെ ഈ മഹത്തായ സൈന്യത്തിന്റെ വിവരം ലഭിച്ചപ്പോൾ അവർ തങ്ങളുടെ സ്വാധീനമുള്ള അറബികളോട് സിറിയയിലെ യുദ്ധത്തിനായി സൈന്യം ആവശ്യപ്പെട്ടു. ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദ് ഹസ്രത്ത് അബൂബക്കറിന് റൂമികളോട് ഈ തയ്യാറെടുപ്പിനെ കുറിച്ച് എഴുതി. ഹസ്രത്ത് അബൂബക്കർ മറുപടിയെ എഴുതി, നിങ്ങൾ സൈനിക മുന്നേറ്റം നടത്തുക, തീർത്തും ഭയപ്പെടരുത്, അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പോൾ ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദ് റോമക്കാരിലേക്ക് മുന്നേറി. എന്നാൽ ഇവർ അവരുടെ അടുത്തെത്തിയപ്പോൾ അവർ ചിന്നിച്ചെതറി തങ്ങളുടെ നിശ്ചിത സ്ഥലം ഉപേക്ഷിച്ചു. ഹസ്രത്ത് ഖാലിദ് ബിൻ സയ്യിദ് ആ സ്ഥലം കൈയടക്കി. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് തടിച്ചുകൂടിയ മിക്കവാറും ആളുകളും മുസ്ലിങ്ങളായി. ഹസരത്ത് ഖാലിദ് ബിൻ സയ്യിദ് ഹസരത്ത് അബൂബക്കറിന് ഇതിനെക്കുറിച്ച് അറിയിപ്പ് നൽകി. ഹസരത്ത് അബൂബക്കർ ഇങ്ങനെ എഴുതി, നിങ്ങൾ സൈനിക മുന്നേറ്റം നടത്തുക, എന്നാൽ ശത്രുക്കൾക്ക് പിന്നിൽ നിന്നും ആക്രമണത്തിനുള്ള അവസരം നൽകുമാറ് ഒരുപാട് മുന്നോട്ട് പോകരുത്. ഹസരത്ത് ഖാലിദ് ബിൻ സയ്യിദ് അവരെയും കൂട്ടി യാത്രയായി. അവർ ഒരു സ്ഥലത്ത് ചെന്നെത്തി. അവിടെ അവരുടെ മുന്നിൽ ഒരു റോമക്കാരനായ പാതിരി ബാഹാൻ വന്നു. ഹസരത്ത് ഖാലിദ് ബിൻ സയ്യിദ് അയാളെ തോൽപ്പിച്ചു. അയാളുടെ സൈന്യത്തിൽ ധാരാളം പേരെ വധിച്ചു. ബാഹാൻ പിന്തിരിഞ്ഞോടി ഡമാസ്കസിൽ അഭയം പ്രാപിച്ചു. ഹസരത്ത് ഖാലിദ് ബിൻ സയ്യിദ് ഇതിനെക്കുറിച്ച് ഹസരത്ത് അബൂബക്കറിനെ അറിയിച്ചുകൊണ്ട് കൂടുതൽ പോഷക സൈന്യത്തെ ആവശ്യപ്പെടുകയുണ്ടായി. ആ സമയത്ത് ഹസരത്ത് അബൂബക്കറിന്റെ അടുത്ത് യമനിൽ നിന്നും സിറിയയിലേക്കുള്ള യുദ്ധത്തിനായി, ജിഹാദിനായി തുടക്കത്തിൽ പങ്കുചേരനായി മദീനയിലേക്ക് വന്നെത്തിയ ആളുകൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ മക്കയുടെയും യമന്റെയും ഇടയിലുള്ള പ്രദേശത്തു താമസിക്കുന്നവരും വന്നിരുന്നു. അവരിൽ ഹസ്രത്ത് ദുൽഖലാ എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു. ഹസ്രത്ത് ഇക്രിമ മുർത്തദീങ്ങൾക്കെതിരെ, മതപരിത്യാഗികൾക്കെതിരെ, കലാപകാരികൾക്കെതിരെ യുദ്ധത്തിൽ വിജയം നേടി ഹസ്രത്ത് അബൂബക്കറിന്റെ അടുത്ത് തിരിച്ചെത്തിയ സമയവുമായിരുന്നു അത്. അവരുടെ അടുത്ത് മറ്റു ചില പ്രദേശങ്ങളിലുള്ള ആളുകളും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരെയും കുറിച്ച് ഹസ്രത്ത് അബൂബക്കർ അമീർമാർക്ക് ഇപ്രകാരം എഴുതി, ആർക്കൊക്കെയാണോ മാറ്റം ആവശ്യമുള്ളത്, ആരാണോ മാറ്റം ആഗ്രഹിക്കുന്നത്, അവരെയൊക്കെ തന്നെ മാറ്റുക.
അവരെല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചു. അവരെ എല്ലാവരെയും മാറ്റി ഒരു പുതിയ സൈന്യം തയ്യാറാക്കി. അതുകൊണ്ട് തന്നെ ആ സൈന്യത്തിന്റെ പേര് ജേഷുൽ ബിദാൽ എന്നായി. ഈ സൈന്യം ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിന്റെ അടുത്തെത്തി. അതിനുശേഷം ഹദരത്ത് അബൂബക്കർ ജനങ്ങൾ സിറിയയിലെ യുദ്ധത്തിനായി ജനങ്ങളെ ഒരുക്കിക്കൊണ്ടിരുന്നു. ഹദരത്ത് അബൂബക്കർ ഹദരത്ത് വലീദ് ബിൻ ഉഖ്ബയെ ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിനടുത്ത് സിറിയയിലേക്ക് എത്താൻ വേണ്ടി ആദേശം നൽകി. അദ്ദേഹം ഖാലിദ് ബിൻ സയ്യിദിനടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനവാസികൾ തങ്ങളുടെ സഹോദരന്മാരെ സഹായിക്കാനായി വെമ്പൽ കൊള്ളുകയാണ്. ഹദരത്ത് അബൂബക്കർ സൈന്യങ്ങളെ അയക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. ഇത് കേട്ട് ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അങ്ങനെ റോമക്കാരുടെ മേലുള്ള യുദ്ധവിജയം തന്റെ പേരിലാകണമെന്ന ചിന്തയോടെ ഹദരത്ത് വലീദ് ബിൻ ഉഖ്ബയെ കൂട്ടി റോമക്കാരുടെ അതിമഹത്തായ സൈന്യത്തിന് മേൽ ആക്രമണം നടത്താൻ അദ്ദേഹം തുനിഞ്ഞു. അവരുടെ സൈന്യാധിപൻ ബാഹാൻ ആയിരുന്നു. അതായത് ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദ് റോമൻ സൈന്യത്തെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ ശത്രുവിൽ നിന്നും പിറകിൽ നിന്നുമുള്ള ആക്രമണം ഉണ്ടാകുന്ന തരത്തിൽ ഒരുപാട് സൈനിക മുന്നേറ്റം നടത്തരുത് എന്ന ഹദരത്ത് അബൂബക്കറിന്റെ നിർദ്ദേശത്തെ അവഗണിക്കുകയുണ്ടായി. ഏതായാലും അദ്ദേഹം തന്റെ സൈന്യത്തിന്റെ പിറകു ഭാഗത്തുള്ള പ്രതിരോധത്തെ കുറിച്ച് വിസ്മരിച്ചു. മറ്റ് അമീർമാർ എത്തുന്നതിന് മുമ്പായി തന്നെ റോമക്കാരുടെ യുദ്ധം ചെയ്യാനും തുടങ്ങി. ബാഹാൻ തന്റെ കൂട്ടാളികളോടൊപ്പം അവരുടെ മുന്നിൽ നിന്നും മാറി ഡമാസ്കസിന്റെ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. ബാഹാന്റെ പിന്മാറ്റം ശരിക്കും ഒരു അടവായിരുന്നു. അവർ മുസ്ലിങ്ങളെ വളഞ്ഞ് പിന്നിൽ നിന്നും അവരെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരുന്നു. ഈ അപകടത്തെക്കുറിച്ച് ഹദരത്ത് അബൂബക്കർ അവരെ വിലക്കിയിരുന്നു. എന്നാൽ വിജയത്തിന്റെ അമിതാവേശം ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിനെ കാലത്തിന്റെ ഖലീഫയുടെ ഈ മുന്നറിയിപ്പ് അവഗണിക്കാൻ കാരണമായി. അങ്ങനെ മുന്നേറ്റം നടത്തി ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദ് ശത്രുപാളയത്തിലേക്ക് കൂടുതൽ മുന്നേറിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അവരോടൊപ്പം ഹദരത്ത് വലീദ് ബിൻ ഉഖ്ബയെ കൂടാതെ ഹദരത്ത് ജുൽഖലായും ഹദരത്ത് ഇക്രിമായും ഉണ്ടായിരുന്നു. അവിടെ ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിനെ ബാഹാന്റെ സൈന്യ പോരാളികൾ ഒന്നിച്ച് വളഞ്ഞ് അവരുടെ വഴി തടഞ്ഞു. ഹദരത്ത് ഖാലിദ് ഇത് അറിഞ്ഞതേയില്ല. ഇതിനുശേഷം ബാഹാൻ മുന്നേറിക്കൊണ്ട് അങ്ങനെ ഒരിടത്ത് ഹദരത്ത് ഖാലിദിന്റെ മകൻ സയ്യിദും കുറച്ചുപേരും വെള്ളം തിരിഞ്ഞ് നടക്കുന്നതായി കണ്ടു. അവരെ എല്ലാവരെയും അയാൾ വധിച്ചു. ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിന് പിന്നീട് ഈ വിവരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ മകനും കൂട്ടുകാരും വധിക്കപ്പെട്ടത് അറിയുകയുണ്ടായി. ഷഹീദായതിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ കുതിരസവാരികളുമായി അവിടെ നിന്നും അവർ ഓടിപ്പോയി. അവിടെ യുദ്ധം തുടരാതെ യുദ്ധമൈതാനം വിട്ട് ഓടിപ്പോയി. അതിനുശേഷം ധാരാളം കൂട്ടർ കുതിരകളിലും ഒട്ടകങ്ങളിലും സവാരി ചെയ്ത് തങ്ങളുടെ സൈന്യവുമായി വിട്ടകന്ന് പോവുകയുണ്ടായി. ഖാലിദ് പരാജയം നേരിട്ടുകൊണ്ട് ജുൽമുറ വരെ എത്തി. എന്നാൽ ഹദരത്ത് ഇക്രിമ തന്റെ സ്ഥാനത്ത് നിന്നും മാറിയില്ല. മുസ്ലിങ്ങളെ സഹായിക്കുന്നത് തുടർന്നുകൊണ്ടിരുന്നു. ജുൽമുറ മക്ക മദീനക്കിടക്ക് മദീനയിൽ നിന്നും ഏകദേശം 96 മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ്. ഏതായാലും ഹദരത്ത് ഇക്രിമ ബാഹാനെയും അദ്ദേഹത്തിന്റെ സൈന്യത്തെയും ഹദരത്ത് ഖാലിദിനെ പിന്തുടരുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി. ഇതിനെക്കുറിച്ച് ഹദരത്ത് അബൂബക്കറിന് വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് ഹദരത്ത് ഖാലിദിനോട് നീരസം പ്രകടിപ്പിച്ചുകൊണ്ട് മദീനയിൽ പ്രവേശിക്കുന്നതിന് അനുവാദം നൽകിയില്ല. എന്നാൽ ശേഷം അദ്ദേഹത്തിന് മദീനയിൽ പ്രവേശിക്കാൻ അനുവാദം ലഭിച്ചപ്പോൾ അദ്ദേഹം ഹദരത്ത് അബൂബക്കറിനോട് തന്റെ ഈ ചെയ്തിയിൽ മാപ്പപേക്ഷിച്ചു. ഹദരത്ത് ഖാലിദ് ബിൻ സയ്യിദിന്റെ പരാജയത്തിന് ശേഷവും ഹദരത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ദൃഢനിശ്ചയത്തിലും അതുപോലെ ധൈര്യത്തിലും യാതൊരു ഇളക്കവും വന്നില്ല. ഹദരത്ത് ഇക്രിമയും ഹദരത്ത് ജുൽഖലായും ഇസ്ലാമിക സൈന്യത്തെ റൂമികളുടെ വലയത്തിൽ നിന്നും രക്ഷിച്ച് തിരിച്ച് സിറിയൻ അതിർത്തിയിൽ എത്തിച്ചു എന്ന വിവരം ലഭിച്ചപ്പോൾ അവിടെ അവർ സഹായത്തിനായി കാത്തു നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഹദരത്ത് അബൂബക്കർ ഒരു ക്ഷണം പോലും പാഴാക്കാതെ പോഷക സൈന്യം എത്തിക്കാനുള്ള ഏർപ്പാട് ആരംഭിച്ചു. ഹദരത്ത് അബൂബക്കർ ഇതിനായി 4 വലിയ സൈന്യം തയ്യാറാക്കി അവര് സിറിയയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയാക്കി. അതേക്കുറിച്ചുള്ള വിവരണം ഇങ്ങനെ ലഭിക്കുന്നു. ആദ്യത്തെ സൈന്യം യസീദ് ബിൻ അബു സുഫിയാന്റേതായിരുന്നു. ഹദരത്ത് മുആവിയയുടെ സഹോദരനായിരുന്നു അദ്ദേഹം. അബു സുഫിയാന്റെ കുടുംബത്തിൽ ഉന്നതരായ വ്യക്തികളിൽപ്പെട്ട ആളായിരുന്നു. സഹായ സേന എന്ന നിലയിൽ സിറിയയിലേക്ക് പോയ ആദ്യ സൈന്യമാണിത്. ഹദരത്ത് അബൂബക്കർ ഹദരത്ത് യസീദ് ബിൻ അബു സുഫിയാനെ ഇതിന്റെ സേനാധിപനായി നിശ്ചയിച്ചു.
ഡമാസ്കസിലെത്തി അതിനെ കീഴടക്കുക, മറ്റു 3 സൈന്യങ്ങൾക്കും വേണ്ട വിധം സഹായം എത്തിക്കുക എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. ഈ സൈന്യത്തിന്റെ എണ്ണം തുടക്കത്തിൽ 3000 ആയിരുന്നു. പിന്നീട് ഹദരത്ത് അബൂബക്കർ വീണ്ടും സഹായ സേനകളെ എത്തിച്ചപ്പോൾ അവയുടെ എണ്ണം 7000 വർദ്ധിച്ചു. മക്കയിലെ സുഹൈൽ ബിൻ അമ്രിനെ പോലുള്ള മഹാന്മാരായ വ്യക്തികളും ഹദരത്ത് യസീദ് ബിൻ അബൂ സുഫിയാന്റെ പ്രസ്തുത സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്തെ ഖുറൈശി പ്രമാണികളിൽപ്പെട്ട ബുദ്ധിമാന്മാരായ നേതാക്കളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു സുഹൈൽ ബിൻ അമ്ര. ഹുദൈബിയ സന്ധി നടന്ന സമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ മക്കയിലെ അവിശ്വാസികളുടെ പ്രതിനിധിയായി വന്നത് അദ്ദേഹമായിരുന്നു. മക്ക വിജയവേളയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കേണ്ടായി. ഹസ്രത്ത് യസീദ് ബിൻ അബൂ സുഫിയാന് വേണ്ടി ഹസ്രത്ത് അബൂബക്കർ പതാക കെട്ടിയപ്പോൾ അദ്ദേഹം റബിയ ബിൻ ആമിറിനെ വിളിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടിയും പതാക തയ്യാറാക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യസീദ് ബിൻ അബൂ സുഫിയാനോടൊപ്പം പോകുന്നതായിരിക്കും. അദ്ദേഹത്തെ ധിക്കരിക്കുകയോ എതിർക്കുകയോ ചെയ്യരുത്. പിന്നീട് അദ്ദേഹം യസീദ് ബിൻ അബൂ സുഫിയാനോട് പറഞ്ഞു, സൈന്യത്തിന്റെ മേൽനോട്ടം റബിയ ബിൻ ആമിറിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അപ്രകാരം തന്നെ ചെയ്യുക. അദ്ദേഹം അറേബ്യയിലെ 1-ാം തരം കുതിരപ്പടയാളിയും നിങ്ങളുടെ സമൂഹത്തിലെ സത്യസന്ധനായ വ്യക്തിയുമായാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം അള്ളാഹുവിന്റെ പരിശുദ്ധ ദാസനാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹസരത്ത് യസീദ് പറഞ്ഞു, അങ്ങേക്ക് അദ്ദേഹത്തോടുള്ള സദ്വിചാരങ്ങളും അദ്ദേഹത്തെ സംബന്ധിച്ച അങ്ങയുടെ പ്രതീക്ഷയും എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കൂടുതൽ അധികരിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഹസരത്ത് അബൂബക്കർ അദ്ദേഹത്തോടൊപ്പം നടക്കാൻ തുടങ്ങിയപ്പോൾ ഹസരത്ത് യസീദ് പറഞ്ഞു, അല്ലയോ ഖലീഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ യാത്രാവാഹനത്തിൽ കയറിയാലും അല്ലെങ്കിൽ അങ്ങയോടൊപ്പം നടക്കാൻ എന്നെയും അനുവദിച്ചാലും, എന്തെന്നാൽ അങ്ങ് നടന്നുകൊണ്ടിരിക്കെ യാത്രാവാഹനത്തിൽ സഞ്ചരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഹസരത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ യാത്രാവാഹനത്തിൽ കയറുകയുമില്ല, നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങുകയുമില്ല. എൻ്റെ ഈ കാൽപ്പാടുകളെ ദൈവമാർഗത്തിൽ അർപ്പിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം ഹസരത്ത് യസീദിനോട് വസിയത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു, അലിയോ യസീദ്, അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുകയും അവനെ അനുസരിക്കുകയും അവന് വേണ്ടി ത്യാഗം വരിക്കുകയും അവനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. ശത്രുക്കളോട് പോരാടിയതിനു ശേഷം അള്ളാഹു നിങ്ങൾക്ക് വിജയം അരുളിയാൽ നിങ്ങൾ വഞ്ചന കാണിക്കരുത്. ശത്രുക്കളുടെ മൃതശരീരങ്ങളെ വികൃതമാക്കുകയും അരുത്. വാഗ്ദാനം ലംഘിക്കുകയോ ഭീരുത്വം കാണിക്കുകയോ ചെയ്യരുത്. ചെറിയ കുട്ടികളെയും വൃദ്ധരെയും സ്ത്രീകളെയും വധിക്കരുത്. അതുപോലെ ഈന്തപ്പനകൾക്ക് തീയിടുകയോ അവയെ നശിപ്പിക്കുകയോ ചെയ്യരുത്. കായ്കനികളുള്ള മരങ്ങൾ വെട്ടിമുറിക്കാതിരിക്കുക. ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ ഒരു മൃഗത്തെയും അറുക്കരുത്. അനാവശ്യമായ ഒരു മൃഗത്തെയും അറുക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവിന് വേണ്ടി പള്ളി സേവനങ്ങൾക്കായി സ്വന്തം ജീവിതം അർപ്പിച്ചവരുടെ മുൻപാകെ നിങ്ങൾ കടന്നുപോകും. അവരെയും ഏതൊന്നിനു വേണ്ടിയാണ് അവർ സ്വജീവിതം അർപ്പിച്ചത്, അതായത് അവരുടെ പള്ളികളെയും വെറുതെ വിട്ടുകൊള്ളുക. അതായത് സന്യാസികളെയും പള്ളിയിലെ പാതിരിമാരെയും ഒന്നും ചെയ്യരുത്. സാത്താൻ തലയുടെ മൂർധാവ് വടിച്ചു കളഞ്ഞിട്ടുള്ളവരെ നിങ്ങൾ കാണും. അവരുടെ ശിരസിലെ മധ്യഭാഗം കാടപ്പക്ഷി മുട്ടയിടാനായി നിലത്ത് കുഴി മാന്തിയതുപോലെ ആയിരിക്കും. മറ്റൊരു നിവേദനത്തിൽ വന്നിരിക്കുന്നത് ഇപ്രകാരമാണ്: തങ്ങളുടെ ശിരസിലെ മൂർധാവ് മുണ്ടനം ചെയ്തവരെ നിങ്ങൾ കാണും. 4 ഭാഗത്തും തുണി ചുറ്റിയതുപോലെ അവർ മുടി നീട്ടിയിട്ടുണ്ടാകും. തലമുണ്ടനം ചെയ്ത ആ ഭാഗം നോക്കി നിങ്ങൾ വെട്ടുക. കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടവരെ സംബന്ധിച്ച് വിവിധ നിവേദനങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ജനങ്ങളെ ഇളക്കി വിടുകയും യുദ്ധങ്ങളിൽ നേരിട്ട് ഭാഗവാക്കാവുകയും ചെയ്തിരുന്ന സന്യാസികളല്ലാത്ത മത നേതാക്കളുടെ സംഘമായിരുന്നു ഇതെന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് പള്ളിയിൽ കഴിയുന്ന സന്യാസിമാരായ ആളുകളെ ഒന്നും ചെയ്യരുത് എന്ന് ഹദരത്ത് അബൂബക്കർ പറഞ്ഞു. എന്നാൽ യുദ്ധത്തിനായി ആളുകളെ പ്രേരിപ്പിക്കുകയും യുദ്ധം ചെയ്യുകയും യുദ്ധം ചെയ്യുന്നവരോട് അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളോട് എന്തായാലും യുദ്ധം ചെയ്യേണ്ടി വരും. കാരണം ഇവർ യുദ്ധത്തിനായി ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നവരാണ്. അങ്ങനെ അവർ യുദ്ധം ചെയ്യുന്നവരാണ്. ഇസ്ലാമിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ഒന്നും ചെയ്യാനാവാതെ ജിസിയ നൽകുകയോ ചെയ്യുവോളം യുദ്ധം ചെയ്യുക. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും സഹായിക്കുന്നവനെ അള്ളാഹു ഗോപ്യമായ നിലയിൽ സഹായിക്കുന്നതാണ്. നിനക്ക് സമാധാനം അരുളുകയും നിന്നെ അള്ളാഹുവിൽ അർപ്പിക്കുകയും ഞാൻ ചെയ്യുന്നു. മറ്റൊരു നിവേദനത്തിൽ ഇതിനേക്കാൾ അധികം നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം വന്നിരിക്കുന്നു: ഹദരത്ത് അബൂബക്കർ യസീദ് ബിൻ അബൂ സുഫിയാനോട് ഇപ്രകാരം പറഞ്ഞു: താങ്കളെ പരീക്ഷിച്ചറിയുകയും താങ്കളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിനും വേണ്ടിയാണ് ഞാൻ താങ്കളെ ഗവർണറായി നിശ്ചയിക്കുന്നത്. താങ്കൾ സ്വന്തം ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്ന പക്ഷം ഈ ദൗത്യത്തിനായി വീണ്ടും നിശ്ചയിക്കുകയും കൂടുതൽ സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്യുന്നതാണ്. എന്നാൽ വല്ല കൃത്യവിലോപവും കാണിച്ചാൽ താങ്കളെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതാണ്. അള്ളാഹുവിനോട് ഭയഭക്തി പുലർത്തുക.
താങ്കളുടെ ബാഹ്യത്തെ എന്ന പോലെ താങ്കളുടെ ആന്തരികത്തെയും അവൻ കാണുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥനായിട്ടുള്ളത് ഞാനാകുന്നു. ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും അധികം അടുത്തിരിക്കുന്നത് അള്ളാഹുവിനോടുള്ള സൗഹൃദത്തിന്റെ കടമകൾ ഏറ്റവും നന്നായി നിർവഹിക്കുന്നവനാകുന്നു. സ്വന്തം കർമ്മങ്ങളോട് ഏറ്റവും അധികം ദൈവസാമീപ്യം കരസ്ഥമാക്കുന്നവനാണ് ജനങ്ങളിൽ അള്ളാഹുവുമായി ഏറ്റവും അടുത്തിരിക്കുന്ന വ്യക്തി. ഖാലിദ് ബിൻ സയ്യിദിന്റെ സ്ഥാനത്താണ് ഞാൻ താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നത്. അജ്ഞാനകാലത്തെ മുൻവിധികളിൽ നിന്നും വിദ്വേഷങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. അള്ളാഹുവിന് ഇത്തരം സംഗതികളെയും ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെയും തീർത്തും ഇഷ്ടമല്ല തന്നെ. സ്വന്തം സൈന്യത്തിനടുത്ത് എത്തിയാൽ അവരോട് നല്ല നിലയിൽ പെരുമാറുക, നന്മയോടുകൂടി വർത്തിക്കുക, നല്ല കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുക. അവർക്ക് ഉപദേശം നൽകേണ്ടി വരുമ്പോൾ വളരെ സംക്ഷിപ്തമായി പറയുക. എന്തെന്നാൽ അധികമായ ഭാഷണങ്ങൾ കാരണം പല കാര്യങ്ങളും കൃത്യമായി ഓർത്തു വയ്ക്കാനാകില്ല. താങ്കൾ സ്വന്തം ആത്മാവിനെ ശരിയാക്കി വെക്കുന്ന പക്ഷം ജനങ്ങൾ താങ്കൾക്കായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. സ്വയം അവർ ശരിയാകുന്നതായിരിക്കും. ലീഡർ ശരിയാകുകയാണെങ്കിൽ ജനങ്ങൾ സ്വയം തന്നെ ശരിയായിക്കൊള്ളും. നമസ്കാരം കൃത്യസമയത്ത് റുക്കുവും സുജൂദും പൂർത്തിയാക്കിക്കൊണ്ട് അനുഷ്ഠിക്കുക. പൂർണ്ണ ഏകാഗ്രതയോടെ അനുഷ്ഠിക്കാനുള്ള ഏർപ്പാട് ഒരുക്കുക. ശത്രു രാജ്യങ്ങളിലെ ദൂതന്മാർ താങ്കളുടെ പക്കൽ വന്നാൽ അവരെ ആദരിക്കുക. ദൂതൻ വരുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കുക. പക്ഷെ അധിക നേരം അവിടെ താമസിപ്പിക്കരുത്. നിങ്ങളുടെ സൈനിക താവളത്തിൽ നിന്നും ഉടനെ പുറത്ത് അയക്കേണ്ടതാണ്. സൈനിക കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒന്നും അറിയാൻ ഇടയാകരുത്. രാജദൂതന്മാരെ അധികം താമസിക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് പറഞ്ഞു വിടണമെന്ന് കൽപ്പിച്ചതിലെ യുക്തി ഇതാണ്. താങ്കളുടെ സമ്പത്തിനെ കുറിച്ചും അവർ അറിയാൻ ഇടയാക്കരുത്. താങ്കളുടെ ദൗർബല്യങ്ങൾ അവർ അറിയുന്നതോടെ ഒരുപാട് കാര്യങ്ങൾ അവർ അതിൽ നിന്ന് മനസ്സിലാക്കും. അവരെ തങ്ങളുടെ സൈന്യ വ്യൂഹത്തിൽ തന്നെ വയ്ക്കുക. താങ്കളുടെ ആളുകളോട് സംസാരിക്കാൻ അയാളെ അനുവദിക്കരുത്. താങ്കൾ സ്വയം അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും സ്വന്തം രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല. അല്ലാത്ത പക്ഷം താങ്കളുടെ അവസ്ഥ മോശമാകുന്നതായിരിക്കും, അവർക്ക് മുന്നിൽ വെളിപ്പെടുന്നതായിരിക്കും. താങ്കൾ ആരോടെങ്കിലും അഭിപ്രായം ആരായുമ്പോൾ സത്യം പറയുക. ശരിയായ അഭിപ്രായം അങ്ങനെ ലഭിക്കുന്നതാണ്. കൂടിയാലോചകരിൽ നിന്നും കാര്യങ്ങൾ മറച്ചു വയ്ക്കരുത്. താങ്കൾ കാരണം അങ്ങനെ സ്വയം തന്നെ നഷ്ടം അനുഭവിക്കേണ്ടി വരും. അഭിപ്രായം ആരായുന്നവരുടെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി തന്നെ പറയേണ്ടി വരും. എങ്കിൽ മാത്രമേ അവർക്ക് ശരിയായ അഭിപ്രായം നൽകാൻ സാധിക്കുകയുള്ളൂ. നഷ്ടം സംഭവിക്കുന്നത് കുറയ്ക്കാനും അങ്ങനെയാകും. രാത്രി നേരങ്ങളിൽ സുഹൃത്തുക്കളുമായി സംസാരിക്കുക. നിങ്ങൾ ഒരുപാട് സംഗതികൾ അറിയാൻ നിങ്ങൾക്ക് കഴിയും. വിവരങ്ങൾ രാത്രി ശേഖരിക്കുക. മറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. സുരക്ഷാ സേനയിൽ കൂടുതൽ ആളുകളെ വയ്ക്കുകയും അവർ മുഖേന സൈന്യത്തെ വ്യാപിപ്പിക്കുകയും ചെയ്യുക. മിക്കയിടങ്ങളിലും മിന്നൽ പരിശോധനകൾ നടത്തുക. സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളുടെ കാര്യത്തിൽ തീർത്തും അശ്രദ്ധ കാണിക്കുന്നവർക്കെതിരിൽ നടപടിയെടുക്കുക. അതേസമയം ശിക്ഷ നൽകുമ്പോൾ പരിധി ലംഘിക്കരുത്. രാത്രി ജോലികൾ ഭാഗിച്ചു നൽകുക. രാത്രിയുടെ ആദ്യത്തെ ഭാഗത്തെ ഊഴം അവസാനത്തെ ഭാഗത്തേക്കാൾ ദൈർഘ്യമുള്ളതാക്കുക. എന്തെന്നാൽ പകലിനോട് അടുക്കുന്നതിനാ ഈ ഊഴം എളുപ്പമായിരിക്കും. രാത്രി തുടങ്ങുമ്പോഴുള്ള ഡ്യൂട്ടി ദൈർഘ്യമുള്ളതാക്കുക. കാരണം അന്നേരം ഉണർന്നിരിക്കാൻ എളുപ്പമാണ്. രാത്രിയിലെ അവസാന ഭാഗത്തെ ഡ്യൂട്ടി സമയം ആദ്യത്തിനേക്കാൾ ഹ്രസ്വമായിരിക്കേണ്ടതാണ്. ശിക്ഷയ്ക്ക് അർഹനായവനെ ശിക്ഷിക്കാൻ ഭയപ്പെടരുത്. ഇക്കാര്യത്തിൽ മൃദുനയം അരുത്. ശിക്ഷ നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയും ചെയ്യരുത്. തീർത്തും അവഗണിക്കുകയും ചെയ്യാൻ പാടില്ല. പറയുന്നു, സ്വന്തം സൈന്യത്തെക്കുറിച്ച് അശ്രദ്ധരാവരുത്. അവർ ദുഷിച്ചു പോകുന്നതായിരിക്കും. ചാരപ്രവൃത്തി ചെയ്ത് അവരെ നിന്ദിക്കരുത്. അവരുടെ രഹസ്യങ്ങൾ ആളുകളോട് വെളിപ്പെടുത്താതിരിക്കുക. അവർ ബാഹ്യമായി പറയുന്നതിൽ തൃപ്തിപ്പെടുക. ഒന്നിനും കൊള്ളാത്തവരോടൊപ്പം ഒരിക്കലും കൂട്ടുകൂടരുത്. സത്യസന്ധരും ആത്മാർത്ഥരുമായ ആളുകളോടൊപ്പം കഴിച്ചുകൂടുക. ശത്രുക്കളോട് പൊരുതുമ്പോൾ നെഞ്ചൂക്കോടെ നിലയുറപ്പിച്ച് പൊരുതുക. ഭീരുത്വം കാണിക്കരുത്. കൂടെ പൊരുതുന്നവരും ഭീരുക്കളായി അങ്ങനെ മാറുന്നതാണ്. യുദ്ധാനന്തര മുതലുകൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വഞ്ചന കാണിക്കരുത്. അത് വിധേയത്വത്തെ അടുപ്പിക്കുകയും വിജയവും സഹായം തടയുകയും ചെയ്യുന്നു. ആരാധനാലയങ്ങൾക്കായി സ്വജീവിതം അർപ്പിച്ചവരെ നിങ്ങൾ കാണുന്നതായിരിക്കും. അവരെയും അവർ സ്വയം ഒഴുകിയിരിക്കുന്ന പ്രവൃത്തികളെയും തീർത്തും ഒഴിവാക്കുക. ഏതൊരു നേതാവിനും ഭാരവാഹിക്കും പ്രവർത്തിക്കാനും പ്രയോഗവൽക്കരിക്കാനുമുള്ള സമഗ്ര കർമ്മ പദ്ധതിയാണിത്. അതിനുശേഷം ഹദരത്ത് അബൂബക്കർ ഹദരത്ത് യസീദിനെ ഹസ്തദാനം ചെയ്ത് പിരിയുമ്പോൾ പറഞ്ഞു, മുസ്ലിങ്ങളിലെ ആദരണീയ വ്യക്തിത്വങ്ങളുടെ നേതാവായി നിശ്ചയിക്കപ്പെടുന്ന പ്രഥമ വ്യക്തിയാണ് താങ്കൾ. ഇവരാരും നിലവാരം കുറഞ്ഞവരോ ദുർബലരോ മതകാഠിന്യം പുലർത്തുന്നവരോ അല്ല. ആകയാൽ താങ്കൾ ഇവരോട് നല്ല നിലയിൽ പെരുമാറുകയും മൃദുഭാവം പുലർത്തുകയും ചെയ്യുക. താങ്കളുടെ കൈകൾ അവർക്ക് തണലേകുന്ന വിധത്തിൽ വയ്ക്കുക. സുപ്രധാന സംഗതികളിൽ അവരോട് അഭിപ്രായം ആരായുകയും ചെയ്യുക. അവരോട് സൽപെരുമാറ്റം കാണിക്കുക. അള്ളാഹു താങ്കളെ താങ്കളുടെ കൂട്ടുകാരോട് സൽപെരുമാറ്റം കാണിക്കുന്നവനാക്കി മാറ്റട്ടെ. ശേഷം പറഞ്ഞു, അതുപോലെ ഖിലാഫത്തിനോടുള്ള കടമകൾ നിർവഹിക്കാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അനന്തരം ഹദരത്ത് യസീദ് തന്റെ സൈന്യവുമായി സിറിയയിലേക്ക് പുറപ്പെട്ടു. ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ദിവസവും പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും എല്ലാ സുബഹി അസർ നമസ്കാരങ്ങളിലും ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അള്ളാഹുവെ, നീ ഞങ്ങളെ സൃഷ്ടിച്ചു, ഞങ്ങൾ ഒന്നുമായിരുന്നില്ല. നിന്റെ ഭാഗത്തു നിന്നും കാരുണ്യവും അനുഗ്രഹവും ഇറക്കിക്കൊണ്ട് നീ ഞങ്ങളിലേക്ക് ഒരു ദൂതനെ അയച്ചു. വഴി പിഴച്ചു പോയിരുന്ന ഞങ്ങൾക്ക് നീ നേർമാർഗം കാണിച്ചു തരികയും നിഷേധികളായിരുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസത്തോടുള്ള സ്നേഹം അങ്കുരിപ്പിക്കുകയും ചെയ്തു. എണ്ണത്തിൽ കുറവായിരുന്ന ഞങ്ങളെ നീ വർദ്ധിപ്പിച്ചു. ചിന്നിച്ചിതറിപ്പോയ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടി. ഞങ്ങൾ ദുർബലരായിരുന്നു, നീ ഞങ്ങൾക്ക് ശക്തി നൽകി. പിന്നീട് ജിഹാദ് ചെയ്യുന്നത് നീ ഞങ്ങൾക്ക് നിർബന്ധമാക്കി. മുശ്രിക്കുകൾ അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കുകയും നിസ്സഹായരായി അവർ സ്വന്തം കൈകളാൽ ജിസിയ നൽകുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴും അവരോട് യുദ്ധം ചെയ്യാൻ നീ കൽപ്പിച്ചു. ഒന്നുകിൽ മുസ്ലിങ്ങളാകുക, അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ ജിസിയ നൽകുക എന്ന ഇതുവരെ യുദ്ധം ചെയ്യുക. നിന്നിൽ പങ്കുചേർക്കുകയും നിന്നെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുകയും ചെയ്ത ആ ശത്രുക്കളോട് യുദ്ധം ചെയ്തതിന് പ്രതിഫലമായി അള്ളാഹുവെ, നിന്റെ തൃപ്തിയാണ് ഞങ്ങൾ കാക്ഷിക്കുന്നത്. അള്ളാഹുവെ, നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. ആക്രമികൾ പറയുന്നതിനേക്കാൾ എത്രയോ ഉന്നതമാണ് നിന്റെ മഹത്വം. അള്ളാഹുവെ, മുശ്രിക്കുകളായ ശത്രുക്കൾക്കെതിരിൽ മുസ്ലിങ്ങളായ ദാസരെ നീ സഹായിച്ചരുളിയാലും അള്ളാഹുവെ, അവർക്ക് എളുപ്പത്തിൽ വിജയം നൽകി അനുഗ്രഹിക്കുകയും അവരെ പൂർണ്ണമായി സഹായിക്കുകയും ചെയ്താലും അവരിൽ ധൈര്യം കുറഞ്ഞവരെ ധൈര്യശാലികളാക്കുകയും അവരുടെ ചുവടുകളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ. ശത്രുക്കളുടെ അടി പതറുമാറാകണമേ. അവരുടെ ഹൃദയങ്ങളിൽ ഭയമിട്ട് അവരെ നശിപ്പിച്ച് വേരോടെ മുറിച്ചു കളയണമേ. അവരുടെ കൃഷികളെ നശിപ്പിച്ചാലും ഞങ്ങളെ അവരുടെ സ്ഥലങ്ങളുടെയും പാർപ്പിടങ്ങളുടെയും സ്വത്തുക്കളുടെയും അടയാളങ്ങളുടെയും അവകാശികളാക്കണമേ. നീ ഞങ്ങളുടെ മേൽനോട്ടക്കാരനാണല്ലോ. ഞങ്ങളുടെ മേൽ കാരണം ചൊരിഞ്ഞാലും ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കി തന്നാലും നിന്റെ അനുഗ്രഹങ്ങളിൽ ഭാഗവാക്കാകുന്നതിന് വേണ്ടി നീ ഞങ്ങളെ നന്ദി കാണിക്കുന്നതിൽ ഉൾപ്പെടുത്തണമേ. നീ ഞങ്ങൾക്കും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും മുസ്ലിങ്ങളായ സ്ത്രീ പുരുഷന്മാർക്കും എല്ലാം പുറത്തു നൽകണമേ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണമേ. അള്ളാഹു എന്നെയും നിങ്ങളെയും ഇഹലോകത്തും പരലോകത്തും ദൃഢവചനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരാക്കി മാറ്റട്ടെ. തീർച്ചയായും അവൻ വിശ്വാസികളോട് വളരെയധികം ഔദാര്യം കാണിക്കുകയും ആവർത്തിച്ച് കരുണ ചൊരിയുന്നവനുമാകുന്നു. രണ്ടാമത്തെ സൈന്യം ഷറാബീൽ ബിൻ ഹസനയുടേതായിരുന്നു. അത് ഷറാബീൽ ബിൻ ഹസനയുടെ പിതാവിന്റെ പേര് അബ്ദുള്ള ബിൻ മുത്താ എന്നും മാതാവിന്റെ പേര് ഹസന എന്നുമായിരുന്നു. അദ്ദേഹത്തിന്റെ സംജ്ഞാനാമം അബ്ദുള്ള എന്നായിരുന്നു. ശൈശവത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടിരുന്നു. ഹസന എന്ന മാതാവിന്റെ പേരിലൂടെയായിരുന്നു ഷറാബീൽ ബിൻ ഹസന എന്ന് വിളിക്കപ്പെട്ടത്. ആദ്യകാല ഇസ്ലാം സ്വീകരിച്ചവരിൽ ഷറാബീൽ ഉൾപ്പെടുന്നു. ഖിലാഫത്തെ റാഷിദയുടെ കാലത്ത് പേര് കേട്ട സൈനികരിൽ ഒരാളായിരുന്നു. ഹിജ്റ വർഷം 18 67 വയസ്സിൽ അദ്ദേഹം വഫാത്താകുകയുണ്ടായി. ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജരത്ത് യസീദ് ബിൻ അബൂ സുഫിയാൻ പുറപ്പെട്ടതിന് 3 ദിവസങ്ങൾക്ക് ശേഷം പുറപ്പെടാനുള്ള നിർദ്ദേശമാണ് ഹജരത്ത് ഷറാബിൽ ബിൻ ഹസനയ്ക്ക് നൽകിയത്. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹജരത്ത് ഷറാബിൽ ബിൻ ഹസനയെ യാത്രയാക്കിക്കൊണ്ട് ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: അല്ലയോ ഷറാബിൽ, ഞാൻ യസീദ് ബിൻ അബൂ സുഫിയാൻ നൽകിയ വസിയത്ത് താങ്കൾ ശ്രവിച്ചിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു: തീർച്ചയായും, ഞാൻ വായിച്ച ഉപദേശങ്ങളെല്ലാം തന്നെ ആദ്യം ഞാൻ കേട്ടിരുന്നു. അപ്പോൾ ഹജരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞാൻ ആ ഉപദേശങ്ങൾ അനുസരിച്ച് യസീദിനോട് പറയാൻ മറന്നുപോയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. നമസ്കാരം കൃത്യസമയങ്ങളിൽ അനുഷ്ഠിക്കാൻ ഞാൻ വസിയത്ത് ചെയ്യുന്നു. യുദ്ധ ദിവസം മരണപ്പെട്ടാലും അതല്ലെങ്കിൽ ജയിച്ചാലും സ്ഥിരതയോടെ നിലകൊള്ളുക, രോഗികളെ പരിചരിക്കുകയും ജനാസകളിൽ പങ്കുകൊള്ളുകയും എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ സ്മരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യാൻ ഞാൻ നിന്നെ വസിയത്ത് ചെയ്യുന്നു. അബൂ സുഫിയാൻ അദ്ദേഹത്തോട് പറഞ്ഞു: യസീദ് ഈ ഗുണങ്ങൾക്ക് ഉടമസ്ഥനാണ്. സിറിയയിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പേ ഇക്കാര്യങ്ങളിൽ സ്ഥിരതയുള്ളവനാണ്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം അതിനെ കൂടുതൽ അനിവാര്യമാക്കി മാറ്റുന്നതാണ്. ഹജരത്ത് ഷറബിൽ ഇപ്രകാരം മറുപടി പറഞ്ഞു: അള്ളാഹുവിൽ നിന്നും സഹായം അർത്ഥിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കുന്നതാണ്. പിന്നീട് ഹജരത്ത് അബൂബക്കറിനോട് യാത്രാമംഗളങ്ങൾ പറഞ്ഞുകൊണ്ട് സൈന്യത്തോടൊപ്പം സിറിയയുടെ ഭാഗത്തേക്ക് യാത്ര തിരിച്ചു. സൈന്യത്തിന്റെ അംഗബലം 3000-4000 വരെ ആയിരുന്നു. തബൂക്ക്, ബൽക്ക എന്നീ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ട് അവസാനം ബസറയിലേക്ക് പോകാനുള്ള നിർദ്ദേശമാണ് ലഭിച്ചത്. ബസറ സിറിയയിലെ പുരാതനവും പ്രസിദ്ധവുമായ പട്ടണമാണ്. ഹദരത്ത് ഷറാബീൽ ബൽക്കായിലേക്ക് പോയെങ്കിലും പറയത്തക്ക യുദ്ധങ്ങളൊന്നും ഉണ്ടായില്ല. ബൽക്ക എന്നതും സിറിയയിലുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ സൈന്യം ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാന്റെ സൈന്യത്തിന്റെ വലത്തും ഉമർ ബിൻ ആസിന്റെ സൈന്യത്തിന്റെ ഇടതുവശത്ത് നിന്നും കൊണ്ട് ആണ് ബൽക്കായിൽ എത്തിയത്. പിന്നീട് ബസ്രയിലെത്തി ഉപരോധം നടത്തിയെങ്കിലും വിജയിച്ചില്ല. കാരണം റോമക്കാരുടെ ശക്തി കേന്ദ്രമായിരുന്നു അത്. മൂന്നാമത്തെ സൈന്യം അബൂ ഉബൈദ ബിൻ ജറാഹിൻ്റെതായിരുന്നു. അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ പേര് ആമിർ ബിൻ അബ്ദുള്ള എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള ബിൻ ജറ എന്നുമായിരുന്നു. അതായത് അബൂ ഉബൈദ അദ്ദേഹത്തിന്റെ വിളിപ്പേരിൽ ആയിരുന്നു അറിയപ്പെട്ടിരുന്നത്.
എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പരമ്പര അദ്ദേഹത്തിന്റെ പിതാമഹനായ ജറാവുമായി ആണ് ബന്ധിപ്പിക്കപ്പെടുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന്റെ സുവാർത്ത നൽകിയ 10 സഹാബാക്കളിൽ അദ്ദേഹം ഉൾപ്പെടുന്നു. ഹിജ്റ വർഷം 18 അദ്ദേഹം വഫാത്തായത്. ആ സമയത്ത് 58 വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം. ഹദ്രത്ത് അബൂബക്കർ സിറിയയുടെ ഭാഗത്തേക്ക് അയച്ച സൈന്യത്തിന്റെ അമീർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദ്രത്ത് അബൂ ഉബൈദയായിരുന്നു. അദ്ദേഹത്തെ ഹിമസ് എന്ന സ്ഥലത്തേക്കാണ് യാത്ര അയച്ചത്. ഹിമസ് എന്ന് പറയുന്നത് ഡമാസ്കസിന് അടുത്തുള്ള പുരാതനവും വിശാലവുമായ സിറിയയിലെ ഒരു പട്ടണമാണ്. അബൂബൈദയുടെ സൈന്യത്തിന്റെ അംഗബലം 7000 ആയിരുന്നു. മറ്റൊരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ 3000-4000 ആണ് അംഗബലം. ഹദ്രത്ത് അബൂബൈദ ബൽക്കായിലൂടെ കടന്നുകൊണ്ട് മാബ് എന്ന പ്രദേശത്തിന് അടുത്തുകൂടെ പോയി. ഇത് പട്ടണമായതിനെ മറിച്ച് കൂടാരങ്ങൾ കൂടുതലായുള്ള ഒരു പ്രദേശമായിരുന്നു. അവിടുത്തെ ജനങ്ങളുമായി യുദ്ധം നടന്നെങ്കിലും പിന്നീട് ജനങ്ങൾ രഞ്ജിപ്പിന് അപേക്ഷിക്കുകയും അത് പിന്നീട് സ്വീകരിക്കപ്പെടുകയും ചെയ്തു. സിറിയയുടെ പ്രദേശത്തുണ്ടായ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു അത്. ഹദ്രത്ത് അബൂബക്കർ അള്ളാഹു ഹദ്രത്ത് അബൂബൈദയുടെ കൂടെ ഖയാസ് ബിൻ ഹുബൈറയെയും യാത്രയാക്കിയിരുന്നു. ഹദ്രത്ത് അബൂബക്കർ അള്ളാഹു അദ്ദേഹത്തെ സംബന്ധിച്ച് ഹദ്രത്ത് അബൂബൈദയോട് വസ്യത്ത് ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, താങ്കളുടെ കൂടെ അറേബ്യയിലെ ഉത്തമനായ കുതിരപ്പടയാളിയുമുണ്ട്. ജിഹാദിന്റെ കാര്യത്തിൽ ഇതിലും ഉത്തമനായ മറ്റൊരാൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായവും കൂടിയാലോചനയും യുദ്ധ നൈപുണ്യവും ഉള്ളിടത്തോളം മുസ്ലിങ്ങൾക്ക് യുദ്ധശക്തിക്ക് വേണ്ടി മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടി വരികയില്ല. അദ്ദേഹത്തെ താങ്കളുടെ കൂടെ നിർത്തുകയും സൗമ്യമായും കാരുണ്യത്തോടും അദ്ദേഹത്തോട് വർത്തിക്കുകയും ചെയ്യുക. താങ്കൾ അദ്ദേഹത്തെ ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന തോന്നലും ഉണ്ടാക്കുക. അത് മുഖേന താങ്കൾക്ക് അദ്ദേഹത്തിന്റെ അഭ്യുദയം ലഭിക്കുകയും ശത്രുക്കൾക്കെതിരെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും താങ്കളെ പിന്തുണയ്ക്കുന്ന വിധത്തിലാകുകയും ചെയ്യുന്നതാണ്. ഹദരത്ത് അബൂബൈദ പോയതിനു ശേഷം ഖയാസ് ബിൻ ഹുബൈറെ ഹദരത്ത് അബൂബക്കർ അള്ളാഹു വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഈ ഉമ്മത്തിലെ സത്യസന്ധനായ ഉബൈദയുടെ കൂടെയാണ് അയക്കുന്നത്. അദ്ദേഹത്തെ ആക്രമിക്കുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു ഒന്നും ചെയ്യുകയില്ല. അദ്ദേഹത്തിന് എതിരിൽ മോശമായി പെരുമാറിയാൽ അദ്ദേഹം മാപ്പ് നൽകുന്ന വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധം വിച്ഛേദിച്ചാൽ അദ്ദേഹം അത് ഊട്ടി ഉറപ്പിക്കാനാണ് ശ്രമിക്കാറ്. സത്യവിശ്വാസികളോട് വളരെയധികം കാരുണ്യമുള്ള വ്യക്തിയാണ് അദ്ദേഹം. നിഷേധികൾക്കെതിരെ അത്രത്തോളം കാഠിന്യമുള്ള വ്യക്തിയുമാണ്. അദ്ദേഹത്തിന്റെ കൽപ്പനകളെ മാനിക്കുക. താങ്കൾക്ക് നല്ലത് മാത്രം ഉണ്ടാവുന്ന കൽപ്പനകളാണ് അദ്ദേഹം നൽകുക. സതുപദേശമായിരിക്കും നൽകുക. താങ്കളുടെ വാക്കുകൾ അനുസരിക്കണമെന്ന കൽപ്പന ഞാൻ നൽകിയിട്ടുണ്ട്. അതിനാൽ ഭയഭക്തിയോടെ കൂടിയാലോചനകൾ നടത്തുക. ഷിർക്കിന്റെയും ജാഹിലിയ കാലഘട്ടത്തിന്റെയും യുദ്ധം ചെയ്ത് പരിചയമുള്ള ആളാണ് എന്ന് താങ്കളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ജാഹിലിയത്തിന്റെ സമയത്ത് കുഫറും തിന്മയും ഉണ്ടാവുന്നു. അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നവർക്ക് എതിരിൽ ഇസ്ലാമിന് വേണ്ടി ധൈര്യവും കഴിവുകളും പുറത്തെടുക്കുക. അള്ളാഹു താങ്കൾക്ക് ഉത്തമമായ പ്രതിഫലവും മുസ്ലിങ്ങൾക്ക് വിജയവും അന്തസ്സും വെച്ചിരിക്കുന്നു. ഈ ഉപദേശം ശ്രവിച്ച ശേഷം ഖയാസ് ബിൻ ഹുബൈറ പറയുന്നു, ഞാനും താങ്കളും ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിങ്ങളെ സംരക്ഷിച്ചതായും നിഷേധികൾക്കെതിരായി ജിഹാദ് ചെയ്തതായും വാർത്ത ലഭിക്കുകയും അങ്ങ് സന്തോഷിക്കുകയും ആ വാർത്ത ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. അബൂബക്കർ പറയുകയുണ്ടായി, താങ്കളെ പോലെയുള്ളവർ അത് തന്നെയായിരിക്കും ചെയ്യുക. ജാബിയയിൽ 2 കമാൻഡർമാരുമൊത്ത് യുദ്ധ ആഹ്വാനവും 2 പേരുടെ മരണ വാർത്തയും അറിഞ്ഞപ്പോൾ കേസ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു എന്ന് ഹദരത്ത് അബൂബക്കർ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. ഇതിന്റെ ബാക്കി ഭാഗം പിന്നീട് പറയുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു ഷഹീദിനെ സംബന്ധിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഷഹീദ് നസീർ അഹമ്മദ് സാഹിബാണ്. അബ്ദുൽ ഗനി സാഹിബിന്റെ മകനായിരുന്നു. റബ്വയിൽ ദാറുറഹ്മ കിഴക്ക് ഭാഗത്താണ് താമസിച്ചിരുന്നത്. ആഗസ്റ്റ് 12 അഹമ്മദിയത്തിന്റെ ഒരു ശത്രു കത്തി കൊണ്ട് ആക്രമിച്ച് അദ്ദേഹത്തെ ഷഹീദാക്കി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ് സ്റ്റോപ്പിൽ പത്രം വിൽക്കുന്ന തന്റെ സുഹൃത്തിനോടൊപ്പം അദ്ദേഹം നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു മതഭ്രാന്തനായ ഹാഫിസ് ഷെഹസാദ് ഹസൻ എന്ന വ്യക്തി വന്നു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ അഹമ്മദിയാണ്? അപ്പോൾ അദ്ദേഹം മറുപടി നൽകി, അതെ, ഞാൻ അഹമ്മദി ജമാഅത്തിലെ അംഗമാണ്. ഉടനെ തന്നെ ആ വ്യക്തി ജമാഅത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കാനായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അക്കാര്യം നിഷേധിച്ച ഉടൻ തന്നെ അയാൾ തൻ്റെ സഞ്ചിയിൽ നിന്നും കഠാര പുറത്തെടുത്ത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നസീർ അഹമ്മദ് സാഹിബിനെ പല പ്രാവശ്യം കഠാര കൊണ്ട് പരിക്കേൽപ്പിച്ചു. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരുപാട് തവണ തുരുതുരെ ആക്രമണം നടത്തി. അങ്ങനെ അദ്ദേഹം സംഭവ സ്ഥലത്ത് തന്നെ വഫാത്താകുകയുണ്ടായി. അദ്ദേഹത്തിന് 62 വയസ്സ് പ്രായമായിരുന്നു. 62 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം.
ഈ ക്രൂരകൃത്യം ചെയ്തതിനു ശേഷം ആ ഘാതകൻ പറഞ്ഞത് തനിക്ക് തൻ്റെ ചെയ്തിയിൽ യാതൊരു പശ്ചാത്താപവുമില്ല എന്നായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള അവസരം കിട്ടിയാൽ ഒരിക്കലും തന്നെ ഞാനത് പാഴാക്കില്ല എന്ന് അയാൾ പറയുകയുണ്ടായി. ഈ സംഭവമൊക്കെ 1 മിനിറ്റിനുള്ളിൽ തന്നെയാണ്, 1-2 മിനിറ്റിനുള്ളിലാണ് നടന്നത്. 2-3 മിനിറ്റുകൾക്കകം ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചെങ്കിലും അദ്ദേഹം ഷഹീദായിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ വിധി അതായിരിക്കും. ഷഹീദ് മർഹൂമിന്റെ കുടുംബത്തിൽ അഹമ്മദിയത്ത് അദ്ദേഹത്തിന്റെ പിതാമഹനായ ബഹുമാന്യ ഫിറോസുദ്ദീൻ സാഹിബ് റായ്പൂർ ജില്ല സിയാൽകോട്ട് മുഖേനയാണ് ലഭിച്ചത്. 1935 ഖലീഫത്തുൽ മസീഹ് സാനിയുടെ കയ്യിൽ ബയ്യത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ജമാഅത്തിൽ പ്രവേശിച്ചത്. പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം കൂടുതൽ വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പരമ്പരാഗത ജോലിയിൽ, അതായത് കൃഷിയിൽ അദ്ദേഹം പ്രവേശിക്കുകയുണ്ടായി. കുറച്ചു കാലം മലേഷ്യയിൽ ജോലി ചെയ്തു. പിന്നീട് പാകിസ്ഥാനിലേക്ക് തിരിച്ചു വന്നു. 10 വർഷം മുമ്പ് റായ്പൂരിൽ നിന്നും പ്രഭുവിലേക്ക് താമസം മാറി. ഇപ്പോൾ അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയായിരുന്നു. ഹൃദ്രോഗിയായിരുന്നു. തന്റെ മിക്ക സമയവും ജമാഅത്തിന്റെ സേവനത്തിനായി കാഴ്ചവെച്ചിരുന്നു. അൻസാറുള്ളയുടെ മുൻതസിം അൻസാറായും അതുപോലെ മൊഹസിലായി മാൽ വകുപ്പിന്റെ കീഴിലും അദ്ദേഹം ഇപ്പോൾ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഒരുപാട് ഗുണഗണങ്ങൾക്ക് ഉടമയായിരുന്നു. തൻ്റെ മഹലിലുള്ള യത്തീമുകളുടെയും ദരിദ്രരുടെയും കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അവരെ സേവിച്ചു കൊണ്ടിരുന്നു. അതിനായി എപ്പോഴും തയ്യാറായിരുന്നു. പള്ളി വൃത്തിയാക്കുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയായിരുന്നു. മറ്റുള്ളവരുമായി ഇഴുകിച്ചേരുന്ന പ്രകൃതക്കാരനും അധ്വാനിയുമായിരുന്നു. കാലിന് പരിക്കു പറ്റിയിട്ടും ജമാഅത്തിന്റെ സേവനങ്ങളിൽ നിന്നും പിന്മാറിയിരുന്നില്ല. അദ്ദേഹത്തിന് ഫ്രാക്ചർ ആയിട്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടും ഒരു തരത്തിലും ജമാഅത്തിന്റെ ജോലികളിൽ നിന്ന് വിട്ടുനിന്നിരുന്നില്ല. രാപ്പകലില്ലാതെ ജമാഅത്തിന്റെ ജോലി ഉള്ള സമയത്തൊക്കെ തന്നെ ഹാജരാകുമായിരുന്നു. ഖുതുബകൾ കേൾക്കുന്നതിലും നമസ്കാരത്തിലും അതിയായ ശ്രദ്ധയായിരുന്നു. ഖിലാഫത്തിനോട് അഭേദ്യമായ സ്നേഹമായിരുന്നു. സുബഹി നമസ്കാര ശേഷം മൊബൈൽ ഫോണിലൂടെ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. നമസ്കാര കാര്യത്തിൽ മഹല്ലുകളിലുള്ള ആളുകളുടെ കാര്യവും ശ്രദ്ധിക്കുമായിരുന്നു. 1 മണിക്കൂർ മൊബൈൽ ഫോണിലൂടെ ഖുർആൻ പാരായണം ശ്രവിക്കുമായിരുന്നു. അതിനുശേഷം ദുആ ചെയ്യാനായി ബഹിഷ്തി മക്ബറയിൽ പോകുകയും പതിവായിരുന്നു. ജമാഅത്തിലെ അവിടെ മൊഹല്ലയിലുള്ള സദർ സാഹിബ് പറയുന്നു, ജമാഅത്തിന്റെ എന്ത് ആവശ്യങ്ങൾക്കും ഒരു ഒഴികഴിവും പറയാതെ ഉടനടി ഹാജരാകുന്ന പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു. ഷഹീദ് മർഹൂമിന്റെ മകൾ മുബാറക്ക സാഹിബ പറയുന്നു, ഷഹീദാകുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടതായി പറഞ്ഞിരുന്നു. അതിൽ ഒരാൾക്കൂട്ടവും ദുഃഖത്തിന്റെ അവസ്ഥയും തളം കെട്ടി നിന്നിരുന്നു. അതിനുശേഷം സദക്ക നൽകിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സമയം ആസന്നമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പല ആവർത്തി പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നി പർവീൻ അഖ്തർ സാഹിബിയെ കൂടാതെ സംതപ്ത കുടുംബത്തിൽ 3 പെൺമക്കളാണുള്ളത്. അള്ളാഹു അവർക്കെല്ലാവർക്കും സഹനവും ധൈര്യവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സഹോദരൻ തൻവീർ അഖ്തർ സാഹിബ് പറയുന്നു, കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബൗദ്ധികവും ആത്മീയവുമായ വിദ്യാഭ്യാസം ഒരുപാടില്ലെങ്കിലും ജമാഅത്തിനോടും ഖിലാഫത്തിനോടും അതിയായ കൂറും സ്നേഹവുമായിരുന്നു. വളരെ ലളിത പ്രകൃതനും അതുപോലെ തന്നെ നിസ്വാർത്ഥ സേവകനുമായിരുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. പെരുന്നാൾ അവസരങ്ങളിൽ ലാഹോറിൽ നിന്ന് വരുമ്പോൾ മധുര പലഹാരങ്ങളുമായി വരികയും തനിക്ക് വേണ്ടി തുന്നിയ ഒരുപാട് പുതിയ വസ്ത്രങ്ങൾ തുന്നി കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. പറയുന്നു, പെരുന്നാളിന് മാത്രമായിരുന്നു ആ വസ്ത്രം അദ്ദേഹം ധരിക്കുക. എന്നിട്ട് ഞാൻ വഖഫ് ജിന്ദഗി ആയിരുന്നതുകൊണ്ട് എനിക്ക് ആ പുത്തൻ വസ്ത്രങ്ങൾ നൽകുമായിരുന്നു. എന്നിട്ട് എൻ്റെ പഴയ വസ്ത്രങ്ങൾ തിരിച്ച് വാങ്ങിച്ച് ധരിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ പറയുന്നു, എപ്പോഴും അദ്ദേഹം തൻ്റെ കൂടെ ഫോൺ വെക്കുമായിരുന്നു. അതിന് കാരണം പറഞ്ഞിരുന്നത്, ജമാഅത്തിൽ നിന്ന് ആർക്കെങ്കിലും വല്ല സഹായവും വേണ്ടി വന്നാൽ, ആവശ്യവും ഉണ്ടായാൽ വിളിച്ചാൽ ഉടനെ അവരെ സഹായിക്കാനായി പോകാമല്ലോ. ഫോണില്ലെങ്കിൽ അതെങ്ങനെ നടക്കും, അവർക്ക് എങ്ങനെ എന്നെ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന്. രാത്രി ഫോൺ അടിച്ചാലും ജമാഅത്തിന്റെ സേവനത്തിനായി ഇറങ്ങി പുറപ്പെടുമായിരുന്നു. റബ്ബയുടെ കോണായ കോണുകളിലെല്ലാം സഹായത്തിനായി പോകേണ്ടി വന്നാൽ പോകുമായിരുന്നു. രക്തദാനം നൽകാൻ എപ്പോഴും സന്നദ്ധനായിരുന്നു. അതിനാൽ തന്നെ പല ആളുകളുടെയും ജീവൻ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഹൃദ്രോഗം ഉണ്ടായിട്ടും അതേക്കുറിച്ച് ഒരിക്കലും വകവെച്ചിരുന്നില്ല. ആവശ്യക്കാരെ സഹായിക്കുന്നത് തന്റെ ധാർമ്മിക ബാധ്യതയായി അദ്ദേഹം കണക്കാക്കിയിരുന്നു. തന്റെ അസുഖത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം അതിനായിരുന്നു അദ്ദേഹം കൽപ്പിച്ചിരുന്നത്. അള്ളാഹു അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തുമാറാകട്ടെ.
ജന്നത്തുൽ ഫിർദൗസിൽ ഇടം നൽകട്ടെ. സന്താനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നന്മകൾ പിന്തുടരാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. നമസ്കാരത്തിന് ശേഷം ഇൻഷാല്ല ഞാൻ ഇദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. नमाज के बाद मैं इंशाल्लाह जनाजा गायब भी पढ़ाऊंगा इनका. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.